സർവീസ് കോസ്റ്റ് മൊത്തം ഈ ഫ്രെയിമിലായിരുന്നു. വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 10-15 കിലോമീറ്റർ ഓടിച്ച് നോക്കി, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി കിട്ടി. ഒരുപാട് കാശായി, കുത്തുവാള എടുത്തു പോയി. കാശ് ഞാൻ പറയാം കേട്ടോ, എസ്റ്റിമേറ്റ് കം എല്ലാം ഞാൻ പറയാം. നല്ല കാശായി. വന്നു ഗുഡ് വന്നു. തിരിച്ചു വന്നു ഫുഡ് തിരിച്ചു വന്നു. ബ്രേക്ക് ഉണ്ടല്ലേ ആൽഫിക്ക് ഫ്രണ്ട് ഇരിക്കണ്ടെന്ന്. എന്താടാ ഫ്രണ്ട് ഇരിക്കണ്ടാത്ത? ബ്രേക്കൊക്കെ വെച്ച് വേണം, വണ്ടിയൊക്കെ ശരിയാക്കി കുട്ടപ്പനാക്കി. കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോ. താങ്ക് യു ഫോർ യുവർ വിസിറ്റ്. ഭാഗ്യം വിസിറ്റ് അഗൈൻ എന്തായാലും എഴുതിയിട്ട് ഇതൊക്കെ സെറ്റാക്കി. അപ്പോൾ അല്ലല്ല ഓടിക്കാമല്ലേ, സെറ്റാക്കി. ഓടിച്ച ആ ഒരു ടെൻഷൻ മാറ്റണം. വീസൊക്കെയാണ് ഏറ്റവും ഭയങ്കര പേടി. വീസയ്ക്ക് തൊടുന്നതും കാണുന്നതെല്ലാം പേടിയാ, കൈ തട്ടുന്നത് പോലും പേടിയാ. ഇടുക്കി ശേഷം സ്വാഭാവികമായിട്ട് നമുക്കൊരു പേടി ഉണ്ടാവും വണ്ടി എടുക്കുമ്പോഴേ. ആ പേടി എന്ന് പറഞ്ഞാണ് ഇന്ന് വണ്ടി എടുത്തത്. ഇന്ന് വണ്ടി കിട്ടി, നമുക്ക് വണ്ടി കിട്ടി. എല്ലാ കുറവുകളും മാറ്റി കിട്ടിയിട്ടുണ്ട്. എല്ലാ കുറവൊന്നും മാറ്റി കിട്ടിയിട്ടില്ല. ഇനി ഒരു 10,000 രൂപയുടെ കുറവുകളുണ്ട്. ലോഗോയും പിന്നെ ചെറിയ പണിയൊക്കെ ഉണ്ട്. പുതിയത് വെക്കേണ്ടതൊക്കെ റിപ്പയർ എന്നാലും നമുക്ക് വണ്ടി ഓടിക്കാൻ പാകത്തിന് കൈ കിട്ടി. ഒരാഴ്ച എടുത്തു, ഒരാഴ്ച കൊണ്ട് ഓടിക്കാൻ പാകത്തിന് വണ്ടി പണി കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഓടിക്കുന്ന ഒരു ടെൻഷനായിരുന്നു ആദ്യം, അതിപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട്. ബ്രേക്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയം മനസ്സിൽ ഇങ്ങനെ കിടക്കുക. അന്ന് ഒരു പ്രാവശ്യം ബ്രേക്ക് പോയോണ്ടേ, അതാണ് ആ ഒരു ഫിയർ മനസ്സിൽ നിന്ന് മാറ്റാൻ വലിയ പാടാണ്. ഒരു പേടി, ഡ്രൈവിങ്ങിനോടുള്ള പേടിയല്ല നമുക്ക് ഉള്ളത്. ഒരു പ്രാവശ്യം നമ്മളെ ചതിച്ച വണ്ടി, ആ വണ്ടി വീണ്ടും എടുക്കുമ്പോൾ വീണ്ടും ചതിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി, ആ ഒരു പേടിയാണ്. എടുക്കാതിരുന്ന അതാ പ്രശ്നം. ആരായാലും കുറച്ച് നാൾ എടുക്കാതിട്ടിരുന്ന വണ്ടി സർവീസ് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. അന്ന് പോയി അതേ റൂട്ടിൽ തന്നെ പോകുന്നത്. അന്ന് വണ്ടി ഇടിച്ച് അതേ റൂട്ടിൽ തന്നെ. കണ്ടോ റോഡില്ലെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കെത്തി കൊണ്ടുവരും ആൾക്കാർ. വർക്ക്ഷോപ്പിൽ നമുക്ക് വീട്ടിൽ ഡെലിവറി ചെയ്തിട്ടും എന്തൊക്കെയോ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. ഡാഷ്ബോർഡിലൊക്കെ കാണിക്കുന്നു. നമ്മൾ വീണ്ടും പോയി വർക്ക്ഷോപ്പിൽ ഒന്നുകൂടെ എവിടെയെങ്കിലും പോയി മുട്ടാൻ വയ്യ, വീണ്ടും വർക്ക്ഷോപ്പിൽ പോയി. ഇനി പ്രധാന സംഭവം എന്നല്ല നമ്മുടെ ബഡ്ജറ്റ്. ആദ്യം തന്നെ ഇടിച്ച 5,000 രൂപ കൊടുത്തു, അയാളെ സോൾവാക്കി വിട്ടു. പിന്നെ ഏകദേശം പണി ടോയിങ്ങിന് എക്സ്ട്രാ ഒരു 1,500 രൂപ വന്നു. അതിനുശേഷം ഈ പറഞ്ഞ ഗോമെക്കാനിക്കിൽ ഏകദേശം അല്ല 37,500 രൂപയുടെ പണിയാണ് വന്നിരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം അവർ മാറ്റി 37,500 രൂപയുടെ പണിയാണ് അവർ ചെയ്തത്. അവരുടെ ആപ്പ് വഴിയാണ് ഡീലിങ്സ് കൊണ്ട് വളരെ ഈസി ആയിരുന്നു, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു. And the fan bell also replaced, and condenser and radiator was replaced. New. Yes, sir. And this frame is repaired, and your logo also was fine. So that will be below it previous. But number plate still very different.
വീണ്ടും നമ്മൾ റിലയൻസിന്റെ പടിവാതിൽക്കലേക്ക് ഇവിടെ വന്നതാ ഇവിടെ വന്നതാ.